യെസ്, അപ്പോൾ എങ്ങനെയാണ്? അതിശക്തമായ മഴയായിരുന്നു ഇന്നലെ രാത്രിയൊക്കെ കോഴിക്കോട്. നന്നായി ഉറങ്ങിക്കിടന്നപ്പോഴും ഞാൻ ആ മഴയെ തിരിച്ചറിഞ്ഞു എന്നുള്ളതാണ്. ഇപ്പോൾ എന്താണ് അവസ്ഥ? ദിവ്യ, ഇന്നലെ രാത്രിയിൽ അതിശക്തമായ മഴ തന്നെയായിരുന്നു കോഴിക്കോട് ജില്ലയിലൊക്കെ തന്നെ ഉണ്ടായിരുന്നത്. അതുപോലെ കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലയിലാണ് ഇന്ന് ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതുകൊണ്ട് അതിശക്തമായ മഴ ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിച്ചത്. എന്നാൽ രാവിലെ മുതൽ മഴ മാറിയിട്ടുണ്ട്. കൂടാതെ ഒരുപക്ഷെ കനത്ത വെയിലിനുള്ള സാധ്യതയാണ് കാണുന്നത്. ഏതായാലും കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം ശരിയാകുമോ എന്നുള്ളത് വരും മണിക്കൂറുകളിലെ മനസ്സിലാവും. കാരണം ഇന്നലെ രാത്രിയിലും കാലാവസ്ഥാ വകുപ്പ് പ്രവചിച്ച പോലെ അതിശക്തമായ മഴ തന്നെ ഉണ്ടായിരുന്നു, ഇന്നലെയും ഉണ്ടായിരുന്നു. അതുപോലെ സമീപ ജില്ലയിൽ കാസർഗോഡ്, കണ്ണൂർ, വയനാട് ഭാഗങ്ങളിലൊക്കെ തന്നെ മഴ പെയ്തിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ട് ഇന്ന് ഒരുപക്ഷെ കാലാവസ്ഥാ വകുപ്പിന്റെ പ്രവചനം പോലെ ഒരുപക്ഷെ അതിശക്തമായ മഴ പെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഏതായാലും നിലവിൽ മഴ മാറി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. ഇന്നലെ സംസ്ഥാനത്തൊട്ടാകെ ഈ രീതിയിൽ കനത്ത മഴ തന്നെയാണ് ഉണ്ടായിരുന്നത്. ഇടിമിന്നലോട് കൂടിയുള്ള മഴ ഉണ്ടായ പല സ്ഥലങ്ങളിലും വലിയ രീതിയിലുള്ള വെള്ളക്കെട്ടുകൾ ഉണ്ടായി. അതുപോലെ മഴക്കെടുതികളും രൂക്ഷമായ മഴക്കെടുതികൾ ഉണ്ടായ സ്ഥലങ്ങളും ഉണ്ടായി. ഏതായാലും ഇന്ന് ഈ ജില്ലകളിൽ, അതായത് കാസർഗോഡ്, കണ്ണൂർ, വയനാട്, കോഴിക്കോട് ജില്ലകളിൽ ഓറഞ്ച് അലേർട്ടും, മലപ്പുറം, പാലക്കാട്, തൃശ്ശൂർ, ഇടുക്കി ജില്ലകളിലാണ് യെല്ലോ അലേർട്ടുമുള്ളത്. ഈ ഭാഗങ്ങളിലൊക്കെ തന്നെ അതിശക്തമായ മഴ ഉണ്ടാകുമെന്നുള്ള ഒരു പ്രവചനമാണുള്ളത്. അതുപോലെ തീരദേശ മേഖലയിൽ താമസിക്കുന്നവരോട്, അതുപോലെ മലയോര മേഖലയിൽ താമസിക്കുന്ന ഇവരോടൊക്കെ തന്നെ ഒരു മുന്നറിയിപ്പ്, ജാഗ്രതാ മുന്നറിയിപ്പ് കാലാവസ്ഥാ വകുപ്പ് നൽകിയിട്ടുണ്ട്. തീരദേശ മേഖലയിൽ അതിശക്തമായ തിരമാലകൾക്ക് സാധ്യതയുണ്ട്. അതുപോലെ മത്സ്യബന്ധനത്തിന് വിലക്ക് ഏർപ്പെടുത്തിയിട്ടുണ്ട്. മലയോര മേഖലയിൽ മണ്ണിടിച്ചിൽ പോലുള്ള ഉണ്ടാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ഏതായാലും മണ്ണിടിച്ചിലോ ആ രീതിയിലുള്ള ഏതെങ്കിലും അപകടകരമായ ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അധികൃതരെ അറിയിക്കുകയോ സുരക്ഷിതമായ ഇടങ്ങളിലേക്കോ മാറി നിൽക്കണമെന്നുള്ള ഒരു നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ ഒരു പക്ഷേ മഴ കനക്കുകയാണെങ്കിൽ, ഏതെങ്കിലും തരത്തിലുള്ള മഴക്കെടുതികൾ റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ക്യാമ്പുകൾ തുറക്കാനുള്ള കഴിഞ്ഞ ദിവസം തിരുവനന്തപുരത്തും ഇടുക്കിയിലുമൊക്കെ കാര്യമായ മഴക്കെടുതികൾ ഉണ്ടായിരുന്നു, കാര്യമായ നാശനഷ്ടങ്ങൾ സംഭവിച്ചിരുന്നു. ഇന്നിപ്പോൾ ഈ പോയ രാത്രിയിൽ കഴിഞ്ഞ ഒരു 12 മണിക്കൂറിനിടയിൽ ഏതെങ്കിലും ഭാഗങ്ങളിൽ കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായ റിപ്പോർട്ടുകളുണ്ടോ? എന്താണ് അത് സംബന്ധിച്ച വാർത്തകൾ കൂടി? സൈഫുദ്ദീൻ, നിലവിൽ ഇതുവരെ വലിയ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. സാധാരണ ഉണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ, ഈ വെള്ളക്കെട്ടുണ്ടാകാറുള്ള സ്ഥലങ്ങളിൽ ചിലയിടങ്ങളിൽ വെള്ളക്കെട്ടുണ്ടായി. ആ രീതിയിലുള്ള മഴക്കെടുതികൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എടുത്തു പറയേണ്ട വിധത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ സംസ്ഥാനത്ത് എവിടെയും റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും ഈ വടക്കൻ കേരളത്തിൽ എവിടെയും ഈ രീതിയിലുള്ള എടുത്തു പറയേണ്ട തരത്തിലുള്ള മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. നമുക്കറിയാം, ചിലയിടങ്ങളിൽ, അതായത് കോഴിക്കോട് നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ അങ്ങനെയുള്ള ചില സ്ഥലങ്ങളിൽ വെള്ളക്കെട്ട് സാധാരണ മഴ കനക്കുമ്പോൾ ഉണ്ടാകാറുണ്ട്. ആ രീതിയിലുള്ള ചെറിയ മഴക്കെടുതികൾ മാത്രമാണ് ഇതുവരെ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. മലയോര മേഖലയിലോ അതുപോലെ തീരദേശ മേഖലയിലോ കാര്യമായ മഴക്കെടുതികളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഏതായാലും ഇന്നലെ രാത്രിയിലാണ് വലിയ രീതിയിൽ മഴ പെയ്തത്. ഈ അടുത്ത ദിവസങ്ങളിൽ ഏറ്റവും ശക്തമായ മഴ പെയ്തത് ഇന്നലെ രാത്രിയിലാണ്. ഒരു പക്ഷേ ഇന്ന് ഓറഞ്ച് അലേർട്ട്, അതായത് ഈ മഴ മുന്നറിയിപ്പുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഉയർന്ന മുന്നറിയിപ്പ് ലഭിച്ചിരിക്കുന്നത് ഇന്നാണ്. അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് കൂടുതൽ മഴ കനക്കാനുള്ള ഒരു സാധ്യത കൂടിയാണ് കാണുന്നത്. ഒരു പക്ഷേ അങ്ങനെ മഴ കനക്കുകയാണെങ്കിൽ, ആ രീതിയിലുള്ള മഴക്കെടുതികളും റിപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങളൊക്കെ തന്നെ ശക്തിപ്പെടുത്തി ആ രീതിയിൽ ക്യാമ്പുകൾ തുറക്കാനോ ഏതെങ്കിലും തരത്തിൽ ഈ മഴക്കെടുതികളെ നേരിടാനുള്ള ഒരു തയ്യാറെടുപ്പാണ് ജില്ലാ ഭരണകൂടത്തിന്റെ ഭാഗത്തുണ്ടായിട്ടുള്ളത്. ഏതായാലും വരും മണിക്കൂറുകളിൽ കാലാവസ്ഥ പ്രവചിച്ച പോലെയുള്ള ശക്തമായ മഴ ലഭിക്കുമോ എന്നുള്ളതാണ്. എന്തായാലും മഴ കൂടുതൽ കനത്തേക്കും എന്നാണ് സൈഫു നമ്മൾ യാത്രയെ കുറിച്ചാണ് പറഞ്ഞത്. പക്ഷേ യാത്ര പോകുമ്പോഴുണ്ടല്ലോ ഇതുപോലെ അതിശക്തമായ മഴയുണ്ടെങ്കിൽ യാത്ര ഒഴിവാക്കുന്നതായിരിക്കും നല്ലത്. മാത്രമല്ല, എനിക്ക് ആ ന്യൂനമർദ്ദത്തിന്റെ കാര്യത്തിൽ എനിക്ക് ചെറിയൊരു വിയോജിപ്പുണ്ട്. ആ വാക്കിന്റെ, ആ പ്രയോഗത്തിന്റെ കാര്യത്തിൽ നാട്ടിൽ അതിതീവ്ര മഴയും അതിതീവ്ര ദുരന്തങ്ങളും പൊല്ലാപ്പുകളും ഒക്കെ ഉണ്ടായാലും അതിന് കാരണക്കാരനായ ആളുടെ പേര് ന്യൂനമർദ്ദം. അത് മാറ്റിയിട്ട് തീവ്രമർദ്ദം എന്നൊക്കെ ആക്കണം.